ഒട്ടേറെ സിനിമകളിലൂടെ നമുക്ക് പരിചിതമായിട്ടുള്ളൊരു മുഖമാണ് നന്ദൻ ഉണ്ണി എന്ന് പറയുന്നത്. അദ്ദേഹം തൻ്റെ ശ്രീ ഭവാനീശ്വരൻ്റെ മണ്ണിലെ ഉത്സവ ഓർമ്മകൾ നമ്മളുമായി പങ്കുവയ്ക്കുകയാണ്. ഉത്സവ ഓർമ്മകളൊന്ന് പങ്കുവയ്ക്കാമോ? നമസ്കാരം. സ്വന്തം നാട്ടിലെ ഉത്സവമാണ്. ഈ പറയുന്ന പോലെ ഞാൻ പഠിച്ച സ്കൂളാണിത്, STP സ്കൂള്. അപ്പോൾ ചെറുപ്പം മുതലേ ഇവിടെ നമ്മളെല്ലാ വർഷവും ഷൂട്ടില്ലെങ്കിൽ ഇപ്പോൾ സിനിമയിൽ വന്നതിന് ശേഷം ഷൂട്ടില്ലെങ്കിൽ നമ്മൾ വരാറുണ്ട്. അപ്പോൾ എന്താ പറയുക, നമ്മൾ കളിച്ച് വളർന്ന അമ്പലമാണ്, കളിച്ച് വളർന്ന ഉത്സവം. നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ തൊട്ട് നമ്മൾ ഈ പറയുന്ന പോലെ ഉത്സവത്തിൻ്റെ സമയത്ത് ഇടയ്ക്ക് കട്ട് ചെയ്ത പോലും നമ്മൾ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാനൊക്കെ വരാറുണ്ട്. അപ്പോൾ ഒരുപാട് നല്ല ഓർമ്മകൾ ഉത്സവമായിട്ടുണ്ട്. പിന്നെ ഞാൻ ഇവിടെ ഉത്സവവുമായി ബന്ധപ്പെട്ട് പറയുന്ന പോലെ സ്റ്റേജിൽ സാജൻ പള്ളുത്തി സാജൻ്റെ കൂടെ ഇടയ്ക്ക് എന്തെങ്കിലും മിമിക്സൊക്കെ ആയിട്ട് നമ്മൾ ഒരു നമ്മളെൻ്റെ ഒരു ഗുരുസ്ഥാനീയനാണ് സാജൻ ചേട്ടൻ. അപ്പോൾ സ്കൂളിലെ പരിപാടിക്കൊക്കെ മിമിക്സൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതൊക്കെ സാജൻ ചേട്ടൻ്റെ അടുത്താണ്. ഇവിടെ പരിപാടി അവതരിപ്പിക്കുന്ന ആഗ്രഹം ഉണ്ടായി, പക്ഷേ ഇതേവരെ അതങ്ങനെ ആ സമയത്ത് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ പുറത്തൊരു മിമിക്രി ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് പുറത്ത് പരിപാടിയൊക്കെ അവതരിപ്പിച്ചു, പക്ഷേ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ കുറേ വർഷങ്ങൾക്ക് ശേഷം നമ്മൾ സിനിമയിലേക്ക് വന്നു. അപ്പോഴും നമ്മൾ എന്താ പറയുക, ഒരുപാട് തിരക്കുകളുണ്ടെങ്കിൽ പോലും ചിലപ്പോൾ നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ ഗ്യാപ്പൊക്കെ ഉണ്ടാക്കി നമ്മൾ ഉത്സവത്തിന് വരാറുണ്ട്. ശരിക്കും ഈ കലാജീവിതത്തിലേക്ക് വരുമ്പോഴേ ഈ ശ്രീ ഭവാനീശ്വരൻ്റെ മണ്ണിൽ നിന്നുണ്ടായിട്ടുള്ള മറ്റനുഭവങ്ങൾ എന്തൊക്കെയാണ്? അല്ല, കലാകാരനായിട്ട് നമ്മൾ ഇപ്പോൾ ചെറുപ്പം മുതലേ നമുക്ക് ഈ പറയുന്ന പോലെ എന്താ പറയുക, മിമിക്രിയോടൊക്കെ താല്പര്യവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ പറയുന്ന പോലെ ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, നമുക്ക് ഇവിടെ ഒരു മണ്ണിലൊരു പരിപാടി അവതരിപ്പിക്കണമെന്ന് ചെറുപ്പത്തിൽ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ അത് ഇതുവരെ സാധിച്ചില്ല എന്നുള്ളതാണ്. ഈ പറയുന്ന പോലെ മിമിക്രിയുടെ ടച്ചൊക്കെ പിന്നീട് വിട്ടുപോയി. സിനിമയിലേക്ക് വന്നപ്പോഴേക്കും ആ ടച്ച് വിട്ടുപോയതുകൊണ്ട് നമുക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. പിന്നെ സിനിമയിൽ എന്താ പറയുക, നമ്മുടെ പരിശ്രമം കൊണ്ട് സിനിമയിൽ എത്തിപ്പെടാൻ പറ്റി. അതെല്ലാം പുതിയ പ്രൊജക്റ്റ് എന്തെങ്കിലും പുതിയത് ഇറങ്ങാനുള്ളത് റോന്ത് എന്ന് പറഞ്ഞൊരു പടം, ഈ ഷാഹി കബീർ ഡയറക്റ്റ് ചെയ്യുന്ന ഇലവിട പൂഞ്ചിറയ്ക്ക് ശേഷം ഷാഹി കബീർ ഡയറക്റ്റ് ചെയ്യുന്നൊരു സിനിമ. അത് ഈ ഏപ്രിലൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ ഇറങ്ങും പ്രതീക്ഷിക്കുന്നു. ദിലീഷ് പോത്തനും റോഷൻ മാത്യു ഒക്കെ അഭിനയിക്കുന്നൊരു സിനിമ. എന്നാലും ശ്രീ ഭവാനീശ്വരൻ്റെ അനുഗ്രഹത്താൽ വലിയൊരു കലാകാരനായിട്ട് മാറുവാനായിട്ടുള്ള ആ ഒരു സാഹചര്യം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഒപ്പം ഭവാനീശ്വരൻ്റെ മണ്ണിൽ ഒരു കലാപ്രകടനം നടത്തുവാൻ ഭാവിയിലാണെങ്കിലും സാധിക്കും. അതിനെ ഭവാനീശ്വരൻ അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ ഉത്സവാശംസകളും എൻ്റെ ഭാഗത്തുനിന്ന് അറിയിക്കുന്നു.